അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആ 4 കാര്യങ്ങൾ ചെയ്താൽ ലഭിക്കുന്ന നേട്ടം എന്താണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞതാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലും നാം പകർത്തിയാൽ വലിയ നേട്ടം അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇൻഷാ അള്ളാഹ്. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. സാധാരണ നിങ്ങളോട് ഷെയർ ചെയ്തു കൊടുക്കാൻ പറയുന്നത് പോലെയല്ല, ഈ കാര്യം നിങ്ങൾ നിർബന്ധമായും ഷെയർ ചെയ്തു കൊടുക്കണം. അത്രയും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ലാ തനാമി അത്താ തഅമലു അർബഅത അഷ്യാ. 4 കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ഉറങ്ങരുത്. ഒന്നാമത്തത്, ഖുർആൻ പൂർണ്ണമായും ഖത്ം ചെയ്യാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. രണ്ടാമത്തത്, എല്ലാ അമ്പിയാക്കളുടെയും ഷഫാഅത്ത് നിങ്ങൾക്ക് ഒരു രാത്രി കൊണ്ട് നിങ്ങൾ ചോദിക്കണം, നേടിയെടുത്തിരിക്കണം. മൂന്നാമത്തത്, എല്ലാ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം നിങ്ങൾ സമ്പാദിക്കണം. നാലാമത്തത്, ഒരു ഹജ്ജും ഉംറയും നിങ്ങൾ ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് മഹദിയായ ആയിഷ ബീവിയോട് മുത്തുനബി അവിടുന്ന് പറഞ്ഞത്. അങ്ങനെ രാത്രി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് കരഞ്ഞിട്ട് മുത്തുനബിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു രാത്രി കൊണ്ട് നിങ്ങൾ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്തു തീർക്കുക എന്ന് മുത്തുനബിയോട് അവിടുന്ന് പറഞ്ഞപ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് മറുപടി പറഞ്ഞു, ഇദാ ഖറഅത ഖുൽ ഹുവല്ലാഹു അഹദ് ഫകഅന്നക തഖ്തതിമൽ ഖുർആൻ. നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്താൽ അത് പൂർണ്ണമായ ഖുർആൻ ഖത്ം തീർത്ത ഒരാളെ പോലെയാണ്. അപ്പോൾ 3 തവണ ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്താൽ ഖുർആൻ പൂർണ്ണമായും ഓതിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. അത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. 3 തവണ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 3 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യമാണ്. രണ്ടാമത്തത്, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, എല്ലാ അമ്പിയാക്കളുടെയും ഷഫാഅത്ത് ലഭിക്കണമെന്നല്ലേ, അതിന് നിങ്ങൾ എൻ്റെ പേരിലും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പേരിലും സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്ന് ആയിഷ ബീവിയോട് അവിടുന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ അതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 11 സ്വലാത്ത്, അതും നമുക്ക് ചെയ്യാൻ കഴിയും. മൂന്നാമത്തത്, ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, വഇദസ്തഅഫറത ലിൽ മുഅ്മിനീന ഫകുല്ലുഹും റിദ്വാനു അൻക. നിങ്ങൾ എല്ലാ മുഅ്മിനീങ്ങളുടെ മേലിലും പൊറുക്കലിനെ ചോദിച്ചാൽ അവരെല്ലാവരും നിങ്ങളെ തൊട്ട് പൊരുത്തപ്പെടും, തൃപ്തിപ്പെടും. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇനി മലയാളത്തിൽ പറഞ്ഞാലും മതി, അല്ലാഹുവേ, എല്ലാ മുഅ്മിനാത്തുകൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും സ്നേഹം, പൊരുത്തം, തൃപ്തി നമുക്ക് ലഭിച്ചവരെ പോലെയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് ചെയ്യാം, വളരെ എളുപ്പമുള്ളതാണ്. ഇനി നാലാമത്തത്, ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചത് ഒരു ഹജ്ജും ഉംറയും ചെയ്യണം എന്നാണ്. എന്നാൽ അതിനും ഹബീബ് അവിടുന്ന് മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ, സ്ക്രീനിൽ കാണുന്ന ആ ദിക്ർ, സുബ്ഹാനല്ലാഹി
വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലുക. ഫഖദ് ഹജ്ജത്തു വഅതമർതു, നിങ്ങൾ ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരെ പോലെയുമാണ് എന്ന് ആയിഷ ബീവിയോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ദിക്റും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ 3 ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതുക, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, അതൊരു 11 സ്വലാത്തെങ്കിലും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന പ്രാർത്ഥന നടത്തുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താം ഇൻഷാ അല്ലാഹ്.